ഈ സിനിമയിലെ നമ്മൾ പോസ്റ്ററിൽ കാണുമ്പോൾ നടുക്ക് നല്ല നിവർന്ന ഒരാൾ ഇരിക്കുന്നുണ്ട്, ശ്രീനിവാസൻ സാർ ഉണ്ട്. അപ്പൊ ഈ സാർ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ ധ്യാൻ ചേട്ടൻ കഥ പറഞ്ഞപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? എന്തായിരുന്നു ആള് എന്താ പറഞ്ഞ ആദ്യം? ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഈ സംഭവം വളരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് വളരെ ഒരാളുടെ ലൈഫിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അവൻ്റെ കല്യാണം അടക്കം ഞാൻ പറഞ്ഞില്ല ബാച്ചിലേഴ്സിനിടയിൽ നടന്നൊരു സംഭവമാണ്. ആ കല്യാണം മുടങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥയുണ്ട്. പുള്ളി ഒരുപാട് ചിരിച്ചു ഇത് കേട്ടിട്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു ഹ്യൂമർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഒരു സീരിയസ് സംഭവത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം, കാരണം ആരും ചെയ്യാത്തൊരു സാധനം അറ്റംപ്റ്റ് ചെയ്തു ഈ പറയുന്ന ആൾ, എൻ്റെ സുഹൃത്ത്. അപ്പം അച്ഛൻ കണ്ടിട്ട് എന്നോട് ചോദിച്ചത്, ഇത് എൻ്റെ കൂട്ടുകാരൻ ശരിക്കും സംഭവിച്ചാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു. അത് ഞാൻ അച്ഛനെ കൊണ്ട് ഇത് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ, ഒരു ഐഡിയ വന്നപ്പോൾ, ഇത് മുന്നേ പലരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ അച്ഛനോട് വിച്ച് ചെയ്തത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിതിലെന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ അവസാനം വരുന്ന അച്ഛൻ്റെ വേഷം നിന്റെ അച്ഛനായിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, വന്ന് ചെയ്യാം, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. ആ ഡിസ്കഷൻ അത്രയും വളരെ ചെറിയ, ആ കഥ പറയുന്നു, അവസാനം എന്ത് ചോദിക്കുന്നു, കഴിഞ്ഞു. പുള്ളി ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ചെയ്യാം, കാരണം അങ്ങനെ കാരണം ആ ഇൻസിഡൻറ്റിലുള്ള ഇവൻറ്റ്സ് ഒക്കെ തന്നെ ശരിക്കും ഭയങ്കര സിനിമാറ്റിക് ആണ് ആസ് സച്ച്. അതിനെ ഒന്നും ചെയ്യണ്ട. അപ്പം നമുക്ക് ആക്ച്വലി ആ രീതിയിൽ ഇതിനെ പൊലിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത്രത്തോളം സിനിമാറ്റിക് തന്നെയായിരുന്നു ആ ഇവൻ്റൊക്കെ. അതുകൊണ്ട് തന്നെ അച്ഛൻ കേട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാതെ വളരെ ആസ്വദിച്ച് കേട്ടിരുന്ന ഒരു കഥയായിരുന്നു. അച്ഛൻ കേട്ടിട്ട് നല്ല, ഞാൻ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞില്ല. എനിക്ക് ആ ഒരു ഒറ്റ കാര്യം കേൾക്കുമ്പോൾ, ഞാൻ പ്രീവിയസ് ഇന്റർവ്യൂ വിനീതന്റെ ഇന്റർവ്യൂ എടുത്തു. വിനീതന്റെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ, അത് രാകേഷിന്റെ എഴുതിയത്, ആ കഥ വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞു. കാരണം അത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിരുന്നു. വായിച്ചിട്ടോ? അല്ല, വിനീതേട്ടൻ വായിച്ചിട്ട് രാകേഷൻ എഴുതിയ കഥ വായിച്ചിട്ട് ഒരുപാട് ചിരിച്ചു. കാരണം അത് റിയൽ ലൈഫ്, അവരുടെ ഫാമിലി തന്നെ നടന്ന കഥയെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരുപാട് ധ്യാൻ ചേട്ടൻ മുടക്കിയ കല്യാണങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്ന. അതായത് നമ്മുടെ മാമൻ 88 മാമൻ 88, ഇല്ല മാമൻ 88 പെണ്ണ് കണ്ടിട്ട് അത് മൊത്തം മിക്കതാതും മുറക്കിയത് എന്നോട് 88 എന്നാ പറഞ്ഞേ. അത്രയും പെണ്ണിട്ട് അതിന് മൊത്തം മുടക്കിയത് ധ്യാൻ ചേട്ടനാണെന്ന് പറഞ്ഞു. നന്നായിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വർക്ക് കുറെ നാൾ തുടരുന്നുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ മാത്രമല്ല ചെയ്തത്. അതിൽ പലരും എനിക്ക് ഇഷ്ടമായിരുന്നു, പുള്ളിക്കും അതാ പ്രശ്നം പറ്റിയ. ആലോചിച്ച് നോക്കി. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവരെന്നോട് പറഞ്ഞ എക്സാമ്പിൾ നടന്ന കഥ പറഞ്ഞ, അതായത് മാമൻ മോഹൻ സാറ് പെണ്ണ് കണ്ട് തിരിച്ച് കൂടെ ഇവനെ കൊണ്ടുപോകും. 7-ലുള്ള ടൈമാണ്. ആ സമയത്ത് തിരിച്ചിരുന്ന ധ്യാനുട്ട എന്താ ഇഷ്ടമായോ ചോദിക്കുമ്പോ ധ്യാൻ കൊടുത്തത് സൂപ്പർ. അപ്പൊ പുള്ളി പേടിച്ചു. സൂപ്പർ. അയ്യോ, അങ്ങനെ പുള്ളി 88-122 കാണേണ്ടി വന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.